ഇന്നലെയും ഒരു നേതാവ് പറഞ്ഞു, MM മണി, അദ്ദേഹം പറഞ്ഞു എന്താണെന്ന് അറിയുമോ, ഞങ്ങൾ 2000 രൂപ പെൻഷൻ കൊടുത്ത് അത് വാങ്ങിച്ച് തിന്നുകൊണ്ട് നന്ദിയേട് കാണിച്ചതാണ് എന്ന് പറഞ്ഞാൽ MM മണിയുടെ തന്തയുടെ വകയാണോ ഇത്? നമ്മുടെയൊക്കെ നികുതി കൊടുത്ത് ആ നികുതി പണം കൊണ്ട് ആ നികുതി പണം കൊണ്ട് അതാ നികുതി പണം കൊണ്ട് അല്ലേ ഇത്? അല്ലാതെ മണിയുടെ കുടുംബസ്വത്തല്ലല്ലോ, മണിയുടെ കുടുംബസ്വത്തെടുത്തല്ലല്ലോ ഈ പെൻഷൻ കൊടുത്തത്. ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ 2500 രൂപ പെൻഷനാക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ട് ഇന്ന് വരെ 1 രൂപ പോലും പ്രഖ്യാപിക്കാതിരുന്നിട്ട് അവസാനം തെരഞ്ഞെടുപ്പിന്റെ പടിവാതിലെത്തിയപ്പോൾ 400 രൂപ വർദ്ധിപ്പിച്ചിട്ടാണ് പറയുന്നത് ഞങ്ങൾ 2000 രൂപ ആയിരിക്കുന്നത്. ആ തുറുപ്പിയിട്ട് ഇറക്കിയിരിക്കുകയാണെന്ന്. പെണ്ണുങ്ങളെ, നിങ്ങളെല്ലാം വീട്ടിൽ ഇരുന്നാൽ മതി, 1000 രൂപ ഞങ്ങളുടെ നേതാക്കന്മാർ ഭാരവുമായി വരുന്നുണ്ട്. ഈ തട്ടിപ്പ് ഇതൊരു തനി തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടല്ലേ ഈ തെരഞ്ഞെടുപ്പിൽ പ്രബുദ്ധരായ സമ്മതിദായകർ വോട്ട് ചെയ്തതെന്ന്. അതുകൊണ്ട് ആ സമ്മതിദായകരെ പ്രത്യേകമായി അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കൌൺസിലർമാർ, ഈ കൌൺസിലർമാര് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യം, ഞാൻ MLA ആയിരുന്നു, ശിവകുമാർ MLA ആയിരുന്നു. നമ്മൾ ഭരണത്തിൽ വന്നാൽ എന്താ ചെയ്യുക? ഗവൺമെന്റ് ആയിരുന്നാലും പാർലമെന്റിൽ ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് ആയിരുന്നാലും ഇന്ത്യ ഗവൺമെന്റ് ആയാലും കേരള ഗവൺമെന്റ് ആയിരുന്നാലും അതിനു മുമ്പ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഒരു പ്രകടന പത്രിക ഇറക്കാറുണ്ട്. ഇവിടെ കോർപ്പറേഷൻ ഒരു പ്രകടന പത്രിക ഇറക്കി, UDF ഇറക്കി, LDF ഇറക്കി. UDFന്റെ ബാധ്യത ഇന്നെന്താണ്? UDF ജയിച്ചിരിക്കുന്നു, ആ പ്രകടന പത്രിക അക്ഷരം പറഞ്ഞ് നടപ്പാക്കാൻ നിങ്ങൾക്ക് പ്രാപ്തരാണ്. അത് നടപ്പാക്കണം. അത് നടപ്പാക്കിയാൽ മാത്രമേ നെഞ്ചു നിവർന്ന് ഈ നാട്ടിലെ ജനങ്ങളോട് നമുക്ക് കഴിഞ്ഞ ഗവൺമെന്റ് LDF ഗവൺമെന്റ് അവരുടെ ജനവിരുദ്ധ നയങ്ങൾ മൂലമാണ് അവരെ പരാജയപ്പെട്ടതെന്ന് പറയാൻ നമുക്ക് സാധിക്കും. അതിനുവേണ്ടി പ്രാപ്തരാകണം ഈ കൌൺസിലർമാരും മേയറും ഈ പുതിയ ഭരണ സംവിധാനവും. അതിന് പ്രാപ്തരാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.